പറയൂ. എന്റെ പേര് മീനാക്ഷി. ഞാൻ നാടോടി നൃത്തത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് നാടോടി നൃത്തത്തിൽ മത്സരിച്ച് സെക്കൻഡ്. ഇവിടെ അല്ല, ജില്ലയില്. അപ്പീല് കിട്ടിയില്ല, അപ്പീല് കൊടുത്തിരുന്നു. അപ്പീല് കിട്ടിയില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ മത്സരിക്കാൻ പറ്റില്ല. ജില്ലയിൽ സെക്കൻഡ് ആയി പോയി. അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും മത്സരിക്കണം അല്ലേ? +2 ആണ്, ലാസ്റ്റ് ഇയർ. ഓ, അപ്പൊ ഒത്തിരി സങ്കടം ഉണ്ടല്ലേ? മുഖത്തുണ്ട്. ടീച്ചറാണ്. ടീച്ചറെ, അതെന്താണ് അപ്പീല്? ടീച്ചർ വന്നേ. ടീച്ചർ കോടതിയിൽ പോയി കയറി. അല്ല, കോർട്ട് അപ്പീല് മേടിക്കാനുള്ള പൈസയൊന്നും സാമ്പത്തികമൊന്നും ഇല്ല. ലാസ്റ്റ് ഇയർ ആയിരുന്നു, അപ്പീലിന് കൊടുത്തു, പക്ഷെ കിട്ടിയില്ല. വളരെ നന്നായി പെർഫോം ചെയ്തു, ജില്ലക്ക് 2ാം സ്ഥാനമായി പോയി. ഈ സ്റ്റേറ്റ് കാണുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമമുണ്ട്. ഈ പ്രാവശ്യം കൂടെ ഉള്ളായിരുന്നു, അതിന് നടന്നില്ല. ആ വിഷമം നമ്മൾ ഈ സ്റ്റേജിൽ തീർക്കും. ഇത്ര ആളുകളുടെ മുമ്പിൽ ഒന്ന് കൈയടിക്കാം കേട്ടോ. പാട്ട് കൊണ്ടുവന്നിട്ടില്ലേ? അതുപോലെ ഇവര് രണ്ടുപേരും സ്റ്റേറ്റ് വിന്നേഴ്സ് ആണ്. കഴിഞ്ഞ വർഷം ഈ മോന് ഭരതനാട്യത്തിന് 1ാം സ്ഥാനം ഉണ്ടായിരുന്നു, ഈ വർഷം 2ാം സ്ഥാനമായി. ആ മോൾക്ക് 1ാം സ്ഥാനം നാടോടി നൃത്തത്തിന്. അല്ലെ? അപ്പം നമുക്ക് ഈ ചേച്ചിയുടെ ഡാൻസ് ആദ്യം ഒന്ന് കാണാം. കാരണം ചേച്ചിക്ക് ഇവിടെ വന്ന് +2 ആയിരുന്നു, വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് കോർട്ടിൽ പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വിഷമത്തിൽ നമ്മളും പങ്കുചേർന്നു. മോള് നല്ലൊരു കലാകാരിയായിട്ട് വരും കേട്ടോ, ഒന്നും പേടിക്കണ്ട. +2 കഴിഞ്ഞ് കോളേജൊക്കെ പഠിക്കുമ്പോൾ എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്തു തരാം, എന്ത് സപ്പോർട്ട് നമ്മൾ മൂവി വേൾഡ് മീഡിയ ചെയ്തു തരാം. സാമ്പത്തികമായിട്ടാണെങ്കിൽ എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്തു തരാം. ഇവിടെ വെച്ച് ഉറപ്പ് തരികയാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ ഇത്ര ആളുകളുടെ മുമ്പ് വെച്ച് ഉറപ്പ് കൊടുക്കുകയാണ്, ഈ കുട്ടിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും മൂവി വേൾഡ് മീഡിയ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എന്ത് ആവശ്യമുണ്ടെങ്കിൽ ടീച്ചറെ ഞങ്ങളെ വിളിക്കാം. പേരൻസിനോട് പറയണം, എന്ത് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. ഈ കുട്ടിയെ എവിടെ വരെ പഠിപ്പിക്കണമെങ്കിലും എന്ത് കലാകാരിയാക്കണയും നമ്മൾ ഫുൾ സപ്പോർട്ട് വാഗ്ദാനം ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്റെ പേര് ഹൈദർ അലി എന്നാണ്. ഇവിടെ കുറെ പേർക്ക് അറിയാം, ഒത്തിരി പേര് എന്നെ തിരിച്ചറിയുന്ന ആളാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ വെച്ച്. ധൈര്യമായിട്ട് വേണ്ട, അതൊന്നുമില്ല. ഇതുപോലെ ഒരു കലാകാരി എന്റെ നാട്ടിൽ തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. ദേവിക എന്നാണ് ആ കുട്ടിയുടെ പേര്. അതും ഇതേപോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വാർത്ത കണ്ടിട്ട് 1 വർഷത്തെ ഡ്രസ്സ് സ്പോൺസർ ചെയ്ത് സണ്ണി സിൽക്ക് ആയിരുന്നു അന്ന്. ആ കുട്ടി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കലോത്സവം കഴിഞ്ഞ് ആ കുട്ടി എല്ലാ കലോത്സവത്തിനും വിൻ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. നമുക്ക് കലാകാരന്മാരെ വളർത്തണം. അത് നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ മനസ്സിലുണ്ടെങ്കിലോ നമുക്ക് ഈ കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കേട്ടോ മോളെ, ധൈര്യമായിട്ടിരിക്കുക. പെർഫോമൻസ് ഇവിടെ വയ്ക്കും. എല്ലാവരും ഒന്ന് കണ്ടിട്ടേ പോകല്ലോ കേട്ടോ. മോളെ ധൈര്യമായിട്ടിരിക്കും. കണ്ണു നിറയണ്ട കേട്ടോ, കണ്ണു നിറയണ്ട. പാട്ടിപ്പത്തളയും കേട്ടോ. കാനനപ്പൂങ്കുയിലേ പാടടി നീന്ന് കാലം മറക്കാത്ത പ്രണയ കഥ, കാഞ്ചന പെണ്ണിന്റെ തകര കഥ. സ്വാതന്ത്ര്യ സമരത്തിൻ താളുകളിൽ എഴുതിയ പ്രണയം, ഉരയ്ക്കാതെ ചൊല്ലിയ ചുണ്ടില്ല നാട്ടിൽ, നെഞ്ചു വിടയ്ക്കാതെ കേട്ടോരില്ല. വയലോരം വീട്ടിലെ പെണ്ണ് അവൾ സുന്ദരി കാഞ്ചന പെണ്ണ്, കാമന്റെ വീലും മോഹിക്കും പെണ്ണിനെ മോഹിച്ചു അഴകാമൊരാണൊരുത്തൻ. ഉന്നത്തു വീട്ടിലെ അനന്തൻ കുഞ്ഞ് പാടത്തും തൊടിയിലും മാമലച്ചോട്ടിലും അവരുടെ സ്വപ്നങ്ങൾ ചിറകുവച്ചു, മധുരമോഹങ്ങളും പങ്കുവച്ചു.
സമരത്തിൻ തീച്ചൂള ആളിപ്പടരുമ്പോഴും കൂടായി അവളും കൂടെ നിന്നു നാടിന്റെ മോചനം സാധ്യമാക്കാൻ. നാടറിഞ്ഞു വീടറിഞ്ഞു പ്രണയകഥ മംഗല്യ പന്തലിലെത്തി നിന്നു പൊട്ടും കുഴവയും മേളവുമായി അനന്തൻ പെണ്ണിനെ താഴി ചാത്തി. ദുരന്തമോ വിധിയോ ഭാഗ്യദോഷമോ മംഗല്യ പന്തലിലെത്തി വെള്ളപ്പാട കയ്യാളം വെച്ച് കൊണ്ടുപോയി മരിച്ച ജനന്തനെ കൊണ്ടുപോയി. പൂമാലവാടിയില്ല മംഗല്യ പുടവ ഉടഞ്ഞതില്ല ആദിമുറിഞ്ഞ സ്വപ്നമായി ജീവിതം കരിനീഴൽ വന്നു മറച്ചു അവളെ അവരോ തടവരയ്ക്കുള്ളിൽ. നാടിന്റെ മോചനവും മോഹിച്ച പെണ്ണും കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങും മുമ്പേ ഒരു കൊലപ്പേരിനാൽ ജീവൻ പൊലിഞ്ഞു അനന്തരി ലോകം വിട്ടുപോയി. കിഴക്കൻ മാനം ചുവപ്പണിഞ്ഞു ഒരു നാൾ സൂര്യൻ ഉദിച്ചുയർന്നു സ്വതന്ത്ര ഭാരത മണ്ണിലേക്ക്. കടവറയ്ക്കുള്ളിൽ അടച്ച പോരാളികൾ തിരികെ വരുന്നെന്ന വാർത്ത കേട്ട് താഴെ ഓടിയെത്തി. തൂകിപ്പാഞ്ഞെത്തുന്ന ഓരോ വണ്ടിയും പ്രിയതമനെ നോക്കി നിന്നു കാലങ്ങൾ പോയതറിയാതെ കഥയറിയാതവൾ കാത്തിരുന്നു. താരങ്ങൾ താണ്ടി അകന്നൊരാ പ്രിയനെ കാതരേ കാത്തിരിപ്പോ. ഹലോ ഹലോ ഓക്കെ ഓക്കെ മോളെ സൂപ്പർ. മോളൊന്ന് വരുമോ? ഹലോ നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ ഈ കലാകാരിക്ക്. മോളെ ആ വേദിയിലല്ല ഇത്രയും ആളുകളും ഈ വേദിയിൽ കളിച്ചു. ഇവിടെ വന്നിട്ട് കളിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇവിടെ കളിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നും കൂടെ ആവർത്തിക്കുന്നു. ഇപ്പം ഗൂഗിൾ പേയുടെ കാലം കൊണ്ട് പൈസ ഒന്നും കയ്യില്ല. ഈ 1000 രൂപ പോണ വഴിക്ക് ചുമ്മാ ജ്യൂസൊക്കെ മേടിച്ചു കുടിക്കാം. ചുമ്മാ ജ്യൂസൊക്കെ മേടിച്ചു കുടിക്കാം. നോ 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 എല്ലാവരും കണ്ടു പറയാമല്ലോ ഇവിടെ. ഇതൊരു സന്തോഷത്തിന് ചുമ്മാ ചേട്ടൻ തരുന്നത് മോളെ ചേട്ടൻ തരുന്നതാ. ഇത് വേറൊന്നുമല്ല, ഒരു നല്ല ഡാൻസ്. ദേ എന്തിനാന്നല്ലോ ചുമ്മാ പോണെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കാൻ. എല്ലാം ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. കരയരുത് വേദനയാണ് കേട്ടോ ഇത് കേട്ടോ. ടീച്ചറെ ഓക്കെയാ നമ്മുടെ മക്കള്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മത്സരത്തിൽ വരാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ആളുകൾ വരുന്നത്. ഇവിടെ എത്രയും പേരാണ് ഇപ്പൊ കരയുന്നതെന്ന് എനിക്ക് കാണാം. പറയുന്നത് കണ്ണ് നനയുന്നുണ്ട്. ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇത്രമാത്രം ചെലവേറിയ പൈസ വേണം. സാധാ സ്കൂളിൽ നിന്നൊന്നും അത്രയും പൈസ ഉണ്ടാവില്ല. പണത്തിന്റെ കൊഴുപ്പുള്ളവരുമുണ്ട്, പണമില്ലാത്തവരുമുണ്ട്. പക്ഷെ കലയിൽ പണമൊന്നുമില്ല. അത് തന്നെയാണ് ഈ കുട്ടി കലയായിട്ട് കാണുക. ഇത്രയും പേരെ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ ഈ മോക്കൊരു വലിയൊരു ഭാവിയുണ്ട് കേട്ടോ. പ്രാർത്ഥനയുണ്ട്, എല്ലാവരും പ്രാർത്ഥനയുണ്ട്. ധൈര്യമായിട്ടിരിക്കും. ഇന്ന് സന്തോഷം നാടൻപാട്ടൊക്കെ പാടിയാലോ? അല്ല പിന്നെ
അല്ലേ? ഇന്ന് സന്തോഷം മോള് ഒരു നാടൻ പാട്ടുകൾ പാടും, സന്തോഷത്തിന്റെ ഒരു നാടൻ പാട്ട് അത് പാടും. പാടുന്നേ, ഒന്ന് പാടിക്കേ, ഒന്ന് പാടിക്കേ, ഒരു 2 ലൈൻ പാടിക്കേ, ഒരു 2 ലൈൻ പാടി. എനിക്കുണ്ട് 2 ലൈൻ പാടും. എന്നാ ഏതെങ്കിലും പാട്ട് 2 ലൈൻ പാട്, ഏതെങ്കിലും 2 ലൈൻ, ഏതെങ്കിലും ഒരു പാട്ട് 2 ലൈൻ. ആ കണ്ടോ, ഒരു കയ്യിൽ വെക്ക്, ഒരു 2 ലൈൻ പാട്ടുകൾ പാടും മോള്. ആ പഠിക്കും, പഠിക്കും. അറിയാവുന്ന 2 ലൈൻ പാട്ട് പഠിക്കും. അറിയാവുന്ന പാടിയോ, ആർക്കും ഒരു പ്രശ്നമില്ല. പഠിക്കും, പഠിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പില്ലേ, ധൈര്യമായിട്ടും പഠിക്കോ. പഠിക്കും, അറിയാവുന്നത്. വിജന സുരഭി വാടികയിൽ അകലയവിടെ പോയി നീ, സജലമിഴികൾ തേടുകയായി ഹൃദയനാഥ വരൂ, വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ. മതി മതി മോളെ, നല്ലൊരു കയ്യിൽ എടുക്കുന്നുണ്ടോ. അപ്പൊ ഈ കലാകാരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. ഇനിയും ഒത്തിരി ഒത്തിരി ഇനി കോളേജ് ജീവിതത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത്, എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം. കൃഷ്ണൻ എന്തോന്ന് വരുമോ, ഈ കുട്ടിയുടെ നമ്പർ, പേരൻസ് നമ്പർ, ടീച്ചർ നമ്പറും വാങ്ങണം. നമുക്ക് നമ്മുടെ നമ്പറും കൊടുക്കണം കേട്ടോ. Al Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.